ஸோ ஃபுல் ஸ்கிரிப்டை நீங்கள் வாசிக்கும்போது எனக்கு நான் ஏன் கேரக்டர் என்ன, மற்ற கேரக்டர்ஸோட மூடு என்னன்றது எல்லாமே முழுசாக தெரிஞ்சிடும். ஸோ அப்போ நீங்கள் பிட் அடிக்கிறீங்க, நீங்கள் பார்த்துருங்க. அதுக்கப்புறம் ஓகே சார், பரவாயில்ல, ஒன்றும் பிரச்சனை இல்லை. பிட் அடிக்கிறது நானே நிறைய அடிச்சிருக்கேன் സ്കൂളിൽ. ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴാണെങ്കിൽ പോലും ലാസ്റ്റ് ആ നായകനേലും മുകളിൽ ഒരു കൂടെയുള്ള ക്യാരക്ടർ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റ് ഉപേക്ഷിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ടോവിനോ തികച്ചും വ്യത്യസ്തനാണ്. எப்படி இருக்க மலையாள சினிமா ஆக்ட் பண்ணும்போது? டிவியில பார்க்கும்போது ஓகே, மலையாளத்தை പറയാതായിരിക്കും നല്ലത്. மலையாளம் நல்லா தெரிஞ்சதுனால எனக்கு எந்த பெரிய கஷ்டமும் கிடையாது. நான் நிஜமாக கஷ்டப்படவே இல்லை. எனக்கு கொடுத்த சம்பளம் கூட கொஞ்சம் அதிகம் தான் நினைக்கிறேன். ഡയറക്ടർ வந்து ரொம்ப சரியாக இருந்துட்டதுனால எங்களுக்கு எந்த பிரச்சனையும் கிடையாது. മൂവി റിലീസ് ആണതിന് മുമ്പ് ഒരുപാട് ഇന്റർവ്യൂ സെഷൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രസം പോകുമെന്നുള്ള വെച്ചുകൊണ്ടാണ് ഞാൻ ഇത് ഹോൾഡ് ചെയ്ത് വെച്ചത്. டொவினோ முதல்ல பிடிச்சது காரணமான படம் வந்து உயரே. அதுக்கு முன்னாடி நானே மலையாளம் பேசி ஒரு படம் நடிச்சிருக்கேன், ஆட்டோகிராஃப்னு ஒரு படம். அது வேற வழி இல்லை, நம்மளை யாரும் கூப்பிடல, சரி நம்மள தான் நடிப்போம் அப்படின்ட்டு நானே மலையாளத்தில் வந்து நடித்தேன். അതുപോലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വർക്കിനെ കൊണ്ടുപോകുന്ന ഒരു രീതി ഞാൻ പിന്നെ ടോയ്ചാട്ടിലാണ് കാണുന്നത്. நான் இன்டர்வியூ எடுக்கிறேன். പേഴ്സണലി നരിവേട്ടയെ കുറിച്ച് പറയുമ്പോൾ ഒരാൾ അല്ലെങ്കിൽ എൻ്റെ വർക്കാണ് എന്ന് പറഞ്ഞ ആർക്കും സ്വന്തമായിട്ട് പറയാനുള്ള അവകാശം തന്നെ ഇല്ല. നരിവേട്ട എന്ന് പറയുന്നത് ക്രൂ ആണ്. ടോട്ടൽ ക്രൂവിൻ്റെ ഒരു ഔട്ടും കഷ്ടപ്പാടും തന്നെയാണ് നമുക്ക് ഇന്ന് ഇത്ര ദൂരം സംസാരിക്കാൻ പറ്റുന്നത് നരിവേട്ടയെ കുറിച്ച്. ക്യൂ സ്റ്റുഡിയോയിൽ ടീം നരിവേട്ടയാണ്. ചേരൻ സാർ, ആര്യ സലീം, പ്രണവ്, വെൽക്കം ടു ക്യൂ സ്റ്റുഡിയോ. സിനിമ ഞാൻ തിയേറ്ററിൽ കണ്ടു. ഗംഭീര പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഗംഭീര പെർഫോമൻസ് ആണ്. നമ്മൾ ഇമോഷണലി നമുക്കൊരു ശ്വാസം എടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളൊന്ന് വെമ്പില്ലേ, ആ രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു എല്ലാവരുടെയും. കിടിലം. ആദ്യം തന്നെ അതിന് വലിയൊരു കൺഗ്രാറ്റ്സ്. ചേരൻ സാർ, വെൽക്കം ടു മലയാള സിനിമ. താങ്ക് യു. ആൻഡ് ഇപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ നരിവേട്ട കൊളാബറേഷൻ വിത്ത് ടൊവിനോ. നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ യൂണിവേഴ്സ് എന്നുള്ള സിനിമകൾ കാണും. അത് ഇന്ന ഭാഷ എന്നൊന്നുമില്ല, അത് പാട്ടായാലും സിനിമയായാലും നമ്മളെല്ലാ തരത്തിലും ക്രിട്ടിസൈസ് ചെയ്യാനും എല്ലാം കണ്ടിഷ്ടപ്പെടാനുള്ള ആൾക്കാരാണ് മലയാളികൾ. സോ ആ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ചലഞ്ചുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോംവർക്സ് ഒക്കെ ഉണ്ടായോ? சேலஞ்ச் இல்லை, ரொம்ப ரொம்ப வருஷமாக பார்த்து பழக்கப்பட்ட இண்டஸ்ட்ரி தான். ஸோ இங்கே இருக்க எல்லா டைரக்டரும் தெரியும், இங்கே இருக்க எல்லா படங்களும் பார்த்துருக்கோம், எல்லா படங்களும் பிடிக்கும், நல்ல படங்கள்லாம் பிடிக்கும். எல்லா ஆர்டிஸ்டோட படங்கள் நாங்கள் பார்த்துருவோம், எல்லா டைரக்டரோட படங்களும் பார்த்துருவோம். அதனால் ரொம்ப க்ளோஸ் டு ஹார்ட்டு தான். எதுவுமே வந்து எனக்கு ஒரு இது ஒரு வேறு ஃபீல்டு, வேறு ஒரு இண்டஸ்ட்ரி, இங்கே இருக்கவங்க வேறு ஆட்கள் அப்படின்னு எனக்கு எந்த ஃபீலும் இல்லை. ஏன்னா எனக்கு ரொம்ப வருஷமாக நான் வந்து இந்த இண்டஸ்ட்ரி வாட்ச் பண்ணிட்டே இருக்கிறேன். இங்கே வர படங்கள் எனக்கு பிடிக்குது. பரதன் சாரோட படங்கள்லாம் எனக்கு அவ்வளோ பிடிக்கும். ஸோ அதனால் வந்து எனக்கு ஒரு டிஃப்ரெண்ட் ஆஃப் ஃபீல் கிடைக்கல, ஒரு வேறு ஒரு இண்டஸ்ட்ரி அப்படின்னு கிடைக்கல. அப்புறம் அனுராஜ் மனோகர் வந்து முதல்ல எனக்கு அந்த இஸ்கு படம் ரொம்ப பிடிச்சதுனால ஸோ அவரையும் எனக்கு ரொம்ப பிடிக்கும். ஸோ அந்த டைரக்டரோட ஒர்க் பண்ண போகிறோம்ன்றப்போ கொஞ்சம் ஈகராக என்ன பண்ணலான்ற ஒரு கியூரியாசிட்டியோட தான் நான் வந்தேன். ஓகே, and the curiosity have worked very well. Thank you. Yeah. And coming to ആര്യനെ കുറിച്ച് നമ്മുടെ ക്യാമറമാൻ ആൽബർട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഫേസിൽ തന്നെ ഒരു ഭയങ്കര പോരാട്ടം നടത്തി വന്ന ഒരാളുടെ ഫീലുള്ള ഒരു ഫേസാണ്. ഒരു ഭയങ്കരമായിട്ട് ഒരു ജെന്യൂനിറ്റി നമ്മുടെ മുഖത്ത് കാണാം. അതാണ് ആൽബർട്ട് കേട്ടോ. സോ ആൽബർട്ട് ആ ഒരു ടൈപ്പ് ക്യാരക്ടേഴ്സിലേക്ക് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ എബ്രഹാം ഓസ്ലർ ആയാലും, അത് കഴിഞ്ഞ് ചെയ്ത പോലീസ്, ഇരട്ടയിലെ പോലീസ് വേഷമായാലും, പിന്നെ ഇവിടെ വരുന്ന സമയത്ത് ഒരു റിയൽ ലൈഫ് ഹീറോയുടെ റോളാണ് ചെയ്യുന്നത് നരിവേട്ടയില്. സോ അങ്ങനെയുള്ള ഒരു ടൈപ്പ് കാസ്റ്റിംഗ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? വന്നു ചേർന്ന എല്ലാ ക്യാരക്ടേഴ്സും എന്നെ സംബന്ധിച്ച് വളരെ ഭാഗ്യമാണ്. ഒട്ടുമിക്ക ചെയ്ത ഒരു ക്യാരക്ടറും എനിക്ക് ആ ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്തിട്ടില്ല, ഞാനിങ്ങനെ ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട് ചെയ്തില്ല. എല്ലാം കിട്ടിയത് വളരെ ഭാഗ്യമായിട്ടാണ് എനിക്ക് ഇതുവരെ തോന്നിയേക്കുന്നത്. കാരണം ഇപ്പോൾ ഓസ്ലറിൽ വരുമ്പോഴാണെങ്കിലും പോലീസ് ക്യാരക്ടർ 2 അല്ല 3ാമത്തെ ആയിരുന്നു ഓസ്ലർ പോലീസ് ക്യാരക്ടർ. 3 ആണെങ്കിലും 3 ഡിഫറെന്റ് പോലീസായിരുന്നു. ഒരാൾ SI, ഒരാള് SP ആയിരുന്നു. ഇരട്ടയില വരുമ്പോൾ കുറച്ചും കൂടി റിയൽ പോലീസുകാർ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് ആ ഒരു ഇതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച്
ഒരു ഭാഗ്യമായിട്ട് തോന്നിയേക്കുന്നത് ക്യാരക്ടേഴ്സ് എല്ലാം. അങ്ങനെ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നു എന്ന് തോന്നുന്ന ക്യാരക്ടേഴ്സ് ഞാൻ പരമാവധി എങ്ങനെയെങ്കിലൊക്കെ ഒഴിവാക്കി വിടാറുണ്ട്. നമുക്കറിയാം, ഒരു റിയൽ ഇൻസിഡന്റ് ആണ് കേരളം കണ്ടതിൽ വെച്ച് നടന്ന സമരങ്ങളിൽ ഒരു വലിയൊരു പോരാട്ടം തന്നെയായിരുന്നു. ആ പോരാട്ടത്തിലെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ് നിങ്ങൾ മോസ്റ്റ്ലി എല്ലാവരും പോർട്രേ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ശാന്തി ആയാലും അതേപോലെ തന്നെ താമി ആയാലും സാറിൻ്റെ ആയാലും എവിടേക്കോ കണ്ടു മറന്നതും എന്നാൽ ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഇതിൻ്റെ ഒരു പ്രീ സ്റ്റഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ലേണിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? ശാന്തിക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല പണിയെടുത്തിട്ടുണ്ട്, ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് റെഫറൻസ് ആയിട്ട് അന്നേരം സ്റ്റോറി പറഞ്ഞ ടൈമിൽ അതുപോലെ ജാനു മാമിനെയാണ് കൂടുതൽ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തത്. അപ്പോൾ നമ്മൾ ആ ടൈമിൽ ഈ റൈറ്റും സമരം നടക്കുന്ന സമയത്ത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു ടൈമാണ്. അപ്പം നമുക്ക് അത്ര കാര്യമായിട്ട് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പിന്നീട് ഈ ക്യാരക്ടർ പറയുകയും ഈ സ്റ്റോറി പറയുകയും ചെയ്തപ്പോൾ നമ്മൾ കിട്ടുന്ന ന്യൂസും ഡോക്യുമെൻ്ററീസും എല്ലാം കണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മളിരുന്ന് വാച്ച് ചെയ്യുകയും അതുപോലെ മാം എഴുതിയ ബുക്ക് വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. മാമിനെ കാണണം എന്ന് ചോദിച്ചിട്ട് ഷൂട്ടിന് മുമ്പ് എനിക്കത് സാധിച്ചില്ല. ഷൂട്ട് തീരാറായപ്പോൾ ഭാഗ്യത്തിന് മാമിനെ പോയി കാണാൻ പറ്റി. ഇല്ല, ആള് ബിസി, ഒരു തവണ വരാനിരുന്നതാണ്. പക്ഷെ ആൾക്ക് തിരക്കുണ്ട്. ഇപ്പോഴും സജീവമായിട്ട് പല ആൾക്കാരുടെയും പ്രശ്നങ്ങൾ തീർക്കാനും എല്ലാത്തിനും ഒക്കെ ആള് സജീവമായിട്ട് ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ ആൾക്ക് അന്ന് അങ്ങനെ വരാൻ പറ്റിയില്ല. ഞങ്ങൾ വരുന്ന ഒരു ദിവസം വെയിറ്റ് ഒക്കെ ചെയ്തിരുന്നു, പക്ഷെ പറ്റിയില്ല. പക്ഷെ കാണാൻ പോയത് അന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ അന്ന് പോയി കാണാൻ പറ്റി, നേരിട്ട് കാണാൻ പറ്റി, കുറച്ചു നേരം സംസാരിക്കാനൊക്കെ പറ്റി. അതൊരു പ്രൗഡ് മൂമെന്റ് ആയിരുന്നു. സോ ഈ ഷൂട്ടിംഗ് സ്പേസിലേക്ക് വരാം നമുക്കിനി. കാരണം മെജോറിറ്റിയും നമ്മുടെ സ്റ്റോറിയുടെ ആ ഒരു കോർ പാർട്ട് നടക്കുന്നത് കാടുകളിലാണ്. സോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൂടെയുള്ള കാസ്റ്റ് എന്ന് പറയുന്നത് ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു. സോ അവരായിട്ടുള്ള ഇൻട്രാക്ഷൻസും സമരത്തിൽ പങ്കെടുത്തവരെയൊക്കെ ചാൻസ് ചിലപ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ എങ്ങനെയായിരുന്നു? സമരത്തിൽ പങ്കെടുത്തവര് അഭിനയിച്ചവരുടെ കൂട്ടത്തിൽ അങ്ങനെ അധികം ഉണ്ടല്ല. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മളെ ഭാഷ, ഞാനും പ്രണവും സംസാരിച്ചത് പണിയ ഭാഷയാണ്. അപ്പം ഞങ്ങളെ പഠിപ്പിച്ചു തരാൻ ഈ ട്രൈബിലെ പ്രസാദേട്ടനും വിനോദേട്ടനും പിന്നെ അമ്പിളിയും ഒക്കെ ഉണ്ടായിരുന്നു നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. പിന്നെ ഡബിൻ്റെ ടൈം ആയപ്പോൾ ഒരു ഡബിങ് സ്റ്റുഡിയോയിൽ വന്ന് നമ്മളെ ചില സാധനങ്ങൾ നമുക്ക് സ്ക്രിപ്റ്റിൽ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞതൊക്കെ കറക്റ്റ് ചെയ്യാനൊക്കെ അവര് കൂടെ വന്നിരുന്നു. ഭയങ്കരമാണ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവര്. നോർമൽ മലയാളത്തിലല്ല നമ്മൾ സംസാരിക്കുന്നത്, അതും ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. അതും ആ സ്പീഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് സംസാരിക്കണം. അതിൻ്റെ ഒരു ചലഞ്ച് എങ്ങനെയായിരുന്നു? അതെങ്ങനെ പഠിച്ചെടുത്തു ഡബ് ചെയ്യുമ്പോഴായാലും? നമ്മൾ അവരുടെ ഊരിൽ പോയിരുന്നു. ഊരിൽ പോയി അവരെ കാണുകയും മീറ്റ് ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഇതുപോലെ നമുക്ക് വോയിസ് മെസ്സേജ് അയച്ചു തരും ഡയലോഗും കാര്യങ്ങളും. എനിക്ക് പിന്നെയും കുറച്ചും കൂടി ഇപ്പൊ സാറിനോടൊക്കെ സംസാരിക്കുമ്പോൾ നോർമൽ ആയിട്ട് സംസാരിക്കണേ. പ്രണവ് ആണ് ത്രൂ ഔട്ട് ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. പ്രണവിന്റെ ആ ഒരു ലേണിംഗ് എങ്ങനെയായിരുന്നു? എനിക്ക് വളരെ പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം ഇപ്പൊ നമ്മൾ തമിഴില് സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്നൈ സ്ലാങ് പിടിച്ച് നമ്മൾ സംസാരിക്കും. ഇവിടെ മലയാളത്തിൽ ചെയ്യുന്ന സമയത്തും നമുക്ക് എറണാകുളം ഭാഷയും നമ്മുടേതായ മറ്റുള്ള സ്ഥലത്തെ ഭാഷകളൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് കേട്ട് ശീലമുള്ളതും അല്ലെങ്കിൽ നമുക്ക് സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, അവരുടെ അടുത്തൊക്കെ ഇന്ററാക്ട് ചെയ്ത് എനിക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ഒരു ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. അതെ, ഇതില് ഒരു വാക്ക് പോലും നമുക്ക് അറിയില്ല. അതായത് നോർമലി നമുക്ക് സംസാരിക്കുന്ന ഒരു ലാംഗ്വേജിൽ നിന്ന് മാറിയിട്ടാണ് അവരുടെ വാക്കുകൾ നമുക്ക് ഹിയറബിൾ ആയിട്ട് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ അതെന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത് എക്സാക്ട് ആയിട്ട് നമുക്ക് അറിയില്ലെങ്കിൽ അത് നമുക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് റോങ് ആയി പോകാൻ സാധ്യതയുണ്ട്. സോ ഇതില് ഇതുപോലൊരു ഭാഷയാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് ഇപ്പോൾ നമ്മൾ നോർമൽ ആയിട്ടുള്ള ലാംഗ്വേജ് നമ്മൾ സംസാരിക്കും, അതായത് പുറത്തുനിന്ന് വരുന്നവരോട്. അപ്പോൾ പോലീസുകാരോട് നമ്മൾ സംസാരിക്കുന്ന സമയത്തോ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനോട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നോർമൽ ആയിട്ട്, കാരണം അവർക്ക് മനസ്സിലാകുന്ന, അവർ ബേസിക്കലി അങ്ങനെ സംസാരിക്കുക. പക്ഷെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ആ ലാംഗ്വേജ് ആണ് എപ്പോഴും യൂസ് ചെയ്യുക. അപ്പോൾ എൻ്റെ ക്യാരക്ടർ കുറച്ചും കൂടെ പോപ്പപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇങ്ങനെ ഒരു ചാടി നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് കുറച്ച് സ്പീഡും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന് എനിക്ക് നല്ലപോലെ ഹെൽപ്പ് ചെയ്തത് പ്രസാദേട്ടനും
ഡയറക്ടറും ഇതിന്റെ റൈറ്റർ അഭിജേട്ടനും എല്ലാവരും തന്നെയാണ്. And ഇവരുടെ രണ്ടുപേരുടെയും ജേർണി ഡിഫറെന്റ് ആയിട്ടുള്ള ജേർണിയാണ് സാറിന്റെ തമിഴ് സിനിമ നമ്മൾ കാണുന്ന സമയത്ത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ തന്നിട്ടുണ്ട് ആസ് എൻ ആക്ടർ, ആസ് എ ഡയറക്ടർ. ആൻഡ് കമ്മിങ് ടു മലയാളം ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡുള്ള ക്യാരക്ടർ ആയിട്ടാണ് ആദ്യമായിട്ട് മലയാളത്തിലേക്ക് വരുന്നത്. ആൻഡ് ദാറ്റ് ടു വിത്ത് ടൊവിനോ. സോ ആ ഒരു ഇൻട്രാക്ഷൻ ആൻഡ് സ്പെഷ്യലി നമ്മൾ ടൊവിനോനൊക്കെ അടിക്കുന്ന സീനും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് സാർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സിക്യൂഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അതിൻ്റെ ട്രെയിലർ പോയതും ബാക്കി കാര്യങ്ങളൊക്കെ? ட்ரெயிலெலாம் ஒன்றும் போகல, ഡയറക്റ്റ് கரெக்டாக ஷூட்டிங் வந்தாச்சு. அது கேரக்டர் வந்து டைரக்டர் கரெக்டாக எக்ஸ்பிளைன் பண்ணார். ஸோ அவர் அந்த கேரக்டரோட ஷேட் என்ன, எப்போ இருந்து எப்போ கிரே மெதுவாக மாறுது அப்படின்ற விஷயங்கள் கரெக்டாக எனக்கு சொல்லி கொடுத்துட்டாரு. ஸோ ஸ்கிரிப்டாகவும் படிச்சுட்டேன். ஓகே. ஸோ எனக்கு ஸ்கிரிப்ட் படிக்கிற பழக்கம் உண்டு. எப்போவுமே நான் நடிக்க போனாலும் இல்லை எந்த படம் நான் டைரக்ட் பண்ணால் கூட முழு ஸ்கிரிப்ட் ரெடி பண்ணிட்டு தான் போவேன். ஏன்னா அப்போ தான் எனக்கு நான் வந்து எல்லா கேரக்டரும் எடுத்தோன்னே உடனே போய் உடனே நடிக்கிற நடிகர் கிடையாது. நான் பேசிக்காக டைரக்டர், ஓகே, அப்புறம் தான் நடிகர். அப்படின்றப்போ எனக்கு முதல்ல இந்த கேரக்டர் மைண்டுக்குள்ளே ஏறணும். அப்போ நான் என்ன பண்ணுவேன், எனக்கு தேடி கேரக்டர் வரும்பொழுது டைரக்டர்ஸ்ட்டு ஸ்கிரிப்ட் கேட்பேன். அந்த ஸ்கிரிப்டை கொடுங்க, நான் படிச்சிடுறேன். அவர் எனக்கு கொடுத்தாரு. அனுராஜ் வந்து ஃபுல் ஸ்கிரிப்ட் எனக்கு அனுப்பிச்சிட்டார். ஸோ ஃபுல் ஸ்கிரிப்டை நீங்கள் வாசிக்கும்போது எனக்கு நான் ஏன் கேரக்டர் என்ன, மற்ற கேரக்டர்ஸோட மூடு என்னன்றது எல்லாமே முழுசாக தெரிஞ்சிடும். ஸோ அப்போ நீங்கள் பெட் அடிக்கிறீங்க, நீங்கள் பார்த்துருங்க. அதுக்கப்புறம் ஓகே சார், பரவாயில்ல, அது ஒன்றும் பிரச்சனை இல்லை. பிட் அடிக்கிறது நானே நிறைய அடிச்சிருக்கேன் ஸ்கூலில், அது ஒன்றும் இல்லை. அப்போ அந்த கேரக்டர் நான் படிக்கும்போது என் கேரக்டரும் தெரிகிறது. நடிக்கிறவங்களுக்கு எப்போவுமே அவங்க கேரக்டர் மட்டும் தெரிஞ்சால் பத்தாது. அடுத்தவங்களோட பொசிஷன், அவங்க கேரக்டர் என்ன, அவங்க என்ன டைப் ஆஃப் எமோஷனில் இருக்காங்கன்னு தெரிஞ்சால் இன்னும் நடிக்கும்போது கூடுதலாக நமக்கு அது தெரியும். ஸோ அப்போ நான் டைரக்டராக இருக்கிறதுனால நான் கேட்ட உடனே அனுராஜ் வந்து எனக்கு ஸ்கிரிப்ட் கொடுத்துட்டாரு. ஸோ படிக்கும்போது எனக்கு இந்த கதை வந்து ரொம்ப இம்பேக்டாக இருந்துச்சு. ஸோ அது கதையாகவும் மைண்டில் ஏறிச்சு, கேரக்டராகவும் மைண்டில் ஏறிச்சு. அந்த அந்த என்ன கேரக்டர் மைண்டில் ஏறிச்சோ அதை இங்கே வந்து பண்ணணும், அவ்வளோதான். இதில் வந்து பெரிய ப்ரிப்பரேஷன்லாம் கிடையாது. சார், இதுதான் உங்களோட ஃபர்ஸ்ட் மலையாளம் கால் வந்திருக்கு? முன்னாடி ஏதாவது கால் வந்திருக்கா? முன்னால் மலையாள டைரக்டர் ஒருத்தரோட படத்தில் நடிச்சிருக்கேன், ஆடும் கூத்து, டிவி சந்திரன் சாரோட படத்தில். நானும் நவ்யா நாயரும். அதுக்கு முன்னாடி நானே மலையாளம் பேசி ஒரு படம் நடிச்சிருக்கேன், ஆட்டோகிராஃப்னு ஒரு படம். அது வேற வழி இல்லை, நம்மளை யாரும் கூப்பிடல, சரி நம்மளதான் நடிப்போம் அப்படின்ட்டு நானே மலையாளத்தில் வந்து நடித்தேன். அந்த படம் இங்கே நல்லா போச்சு, எல்லாருக்கும் எனக்கு தெரிஞ்சிச்சு. பட் வேற படங்கள் வரல. ஸோ இதுதான் ஃபர்ஸ்ட் படம் எனக்கு வந்தது. எப்படி இருக்க மலையாள சினிமா ஆக்ட் பண்ணும்போது? டிவியில பார்க்கும்போது ഓക്കെ, മലയാളത്തെ പറയാതായിരിക്കും നല്ലത്. നമ്മൾ ടി വിയിൽ കാണുമ്പോഴായാലും അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴായാലും മലയാള സിനിമ ഡിഫറെൻ്റ് ആണ്. നമ്മൾ മലയാള സിനിമയിൽ വന്ന് വർക്ക് ചെയ്യുന്ന സമയത്തും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിരുന്നോ? അല്ലെങ്കിൽ அம்மா கையால் செஞ்ச பட்சங்கள் நல்ல சந்தோஷமாக சாப்பிடுவோம். ஓகே. ஸோ அது மாதிரியான ஃபீலான மலையாள இண்டஸ்ட்ரியில் ஒர்க் பண்ணும்போது, ஏன்னா எனக்கு பிடிச்ச இண்டஸ்ட்ரி, பிடிச்ச மக்கள், இங்கே உள்ள படங்கள் பிடிக்கும், எல்லாரும் பிடிக்கும்ன்றதுனால வந்து ஒர்க் பண்ணுவோமே, எனக்கு எந்த டென்ஷனும் இல்லை, எந்த புது எக்ஸ்பீரியன்ஸும் கிடையாது. எல்லாமே நம்ம ஆல்ரெடி தமிழ் இண்டஸ்ட்ரியில் பார்த்த எக்ஸ்பீரியன்ஸஸ் தான். இங்கே என்ன பாஷை வேறு, அந்த பாஷைக்கு நம்ம அடாப்ட் ஆகணும், அவங்க சொல்லி கொடுக்குறது நமக்கு புரியணும். அதெல்லாம் எனக்கு ஏற்கனவே மலையாளம் நல்லா தெரிஞ்சதுனால எனக்கு எந்த பெரிய கஷ்டமும் கிடையாது. நான் நிஜமாக கஷ்டப்படவே இல்லை. எனக்கு கொடுத்த சம்பளம் கூட கொஞ்சம் அதிகம் தான் நினைக்கிறேன் நான். அதனால் அது ஒன்றும் எந்த டென்ஷன் பிரச்சனை இல்லை. ரொம்ப ரொம்ப நீட்டாக எனக்கு டைரக்டர் வந்து ரொம்ப சரியாக இருந்துட்டதுனால எங்களுக்கு எந்த பிரச்சனையும் கிடையாது. ആൻഡ് പ്രണവിലേക്ക് വരുന്ന സമയത്ത് പ്രണവിൻ്റെ കൂടെയുള്ള ഒരാളുണ്ട്, ഒരു ഡോഗ് ഉണ്ട്. ആ ഡോഗിന് ഇത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ക്ലൈമാക്സ് വരെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു. അതും നമുക്ക് ഭയങ്കര ഫീലുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. സോ ആ അനിമൽസ് ആയിട്ട് അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ? ആക്ച്വലി മൂവി റിലീസ് ആണതിന് മുമ്പ് ഒരുപാട് ഇന്റർവ്യൂ സെഷൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിനെ കുറിച്ച് പറയാൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രസം പോകുമെന്നുള്ള വെച്ചുകൊണ്ടാണ് ഞാൻ ഇത് ഹോൾഡ് ചെയ്ത് വെച്ചത്. കാരണം എനിക്ക് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ അതിൻ്റെ അതേ ലെവലിൽ തന്നെയാണ് അവൻ്റെ ഇമ്പോർട്ടൻസ്. കാരണം ഞാൻ വരുന്ന എല്ലാ ഫ്രെയിമിലും അവൻ എൻ്റെ കൂടെ ഉണ്ടാവും. ഇപ്പോഴും എനിക്ക് കണ്ണടച്ച് കഴിഞ്ഞാൽ അവന്റെ സ്വീറ്റ് ആയിട്ടുള്ള മെമ്മറീസ് എനിക്ക് ഇപ്പോഴും റൺ ആവും. അവൻ എവിടെയപ്പോ ആക്ച്വലി ട്രിവാൻഡ്രത്താണ്, ലക്കി എന്നാണ് അവന്റെ പേര്. ട്രെയിൻഡ് ഡോഗാണ്, നാടനാണ്, എങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അവൻ നമ്മളിപ്പോൾ ചിലപ്പോൾ നമ്മുടെ മക്കൾ പോലും നമ്മൾ ചില സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല, ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. പക്ഷെ അവൻ അങ്ങനെയല്ല. അവൻ ഏത് മൂഡിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ അവന് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഒബേ ചെയ്യണോ ഈ സ്ഥലത്ത്, അതോ കളിക്കണോ എന്നുള്ളത് അവന് മനസ്സിലാക്കാൻ പറ്റും. പെട്ടെന്ന് ഇണങ്ങിയോ? അതെ, പെട്ടെന്ന് ഇണങ്ങി ഇൻ ദ സെൻസ്
അവന്റെ കേജിലുള്ള സമയത്ത് അവന്റെ അടുത്തേക്ക് ആരും പോകാൻ പറ്റില്ല, ട്രെയിനർ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ഡോഗ്സിന് വളരെ ഇഷ്ടമുള്ള ആളാണ്. എൻ്റെ വീട്ടിൽ 4 ഡോഗ് ഉണ്ട്, നാടൻ ഡോഗ്സാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഡോഗ്സ് ആയിട്ടൊക്കെ ഇടപഴകുന്ന സമയത്ത് നമ്മുടെ സ്മെല്ല് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ പോയ സമയത്ത് എല്ലാവരെയും കണ്ട് കുറച്ചവൻ എന്നെ കണ്ട് കുറച്ചൊന്നുമില്ല, ഇങ്ങനെ നോക്കി. പിന്നെ ട്രെയിനർ പുറത്തിറക്കി ഇവന് ഫുഡ് കൊടുക്കണം, ഇവന് അതിന്റെ കുറച്ച് ഫ്ലിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സൗണ്ടിലൊക്കെയാണ് വെച്ചിട്ടാണ് അവൻ നമ്മളെ ക്യാച്ച് ചെയ്യുക. അപ്പോൾ ഈ ലൊക്കേഷനിൽ ഇപ്പോൾ ഒരു 500 പേര് 1000 പേരുള്ള സമയത്ത് ആ തിരക്കിൻ്റെ ഇടയിൽ, ആ സൗണ്ടിൻ്റെ ഇടയിൽ ഞാൻ തന്നെയാണ് വിളിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അവൻ എൻ്റെ അടുത്ത് തന്നെ വരണം എന്നുള്ളതൊക്കെ മൂടൊക്കെ ഡയറക്ടർ പറഞ്ഞ സമയത്ത് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് എങ്ങനെ വർക്കൗട്ട് ആകുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 2 ആഴ്ച മുമ്പേ തന്നെ അവിടെ പോവുകയും അവന് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ ഫുഡ് കൊടുക്കാൻ പറ്റുകയും അവനായിട്ട് വാക്കിങ്ങും പരിപാടിയൊക്കെ പോവുകയും പിന്നെ അവന് ട്രെയിനിങ് സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ചാടലും പരിപാടികളൊക്കെ. അതെല്ലാം അവനും ഞാനും തമ്മിൽ ഒരു റാപ്പോ ക്രിയേറ്റ് ആയതാണ്. നല്ലൊരു ഒബീഡിയന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് അവനും. நீ பேசாம அவரை கொண்டாந்து உட்கார வச்சிருக்கலாம் பக்கத்துல. ആമാ ലക്കി എന്നാണ് പേര്. ലക്കി എന്ന പേര്. തിരിച്ചു പോയോ? ട്രിവാൻഡ്രത്തേക്ക് പോയോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അതിന് ശേഷം ഷൂട്ട് കഴിഞ്ഞ ശേഷം ഞാൻ അവനെ കണ്ടിട്ടില്ല. പക്ഷേ കോൾ ചെയ്യാറുണ്ട്, ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഞാൻ ചോദിക്കും ഓക്കെ ആണോ അവൻ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവൻ ഇപ്പോഴും ആരോഗ്യവാനാണ്, ഓക്കെ ആണ്. ഓ, അടിപൊളി. ആൻഡ് കമ്മിങ് ബാക്ക് ടു വൺ ഓഫ് ദ ലീഡിങ് ക്യാരക്ടർ വർഗീസ്, ടൊവിനോട് കൂടെ 2 പേര് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്, ആര്യ 2ാമത്തെ പ്രാവശ്യമാണ്. സോ 3 പേരും പറയണം, ഹൗ വാസ് വർക്കിംഗ് വിത്ത് ടൊവിനോ? ஒரு ஆர்டிஸ்ட் வந்து தன்னோட டைமை வந்து எப்படி அந்த கேரக்டருக்கும் அவரோட லைஃபுக்கும் அவரோட மற்ற ஆக்டிவிட்டீஸுக்கும் ஒதுக்கிக்கிறார் அப்படின்றத பார்க்க முடிஞ்சிச்சு. ஓகே. எந்த இடத்துலையும் டொவினோவோட எந்த வேல்யூவும் எந்த கேரக்டரைசேஷனும் மாறலை. ஆனால் அவர் போட்டிருக்க ட்ரெஸ்ஸும் ஆக்டிங்கும் மாறுது. ஆனால் டொவினோவாக தான் இருக்கார். அது ஒரு பெரிய ஆச்சரியம். என்னென்னா சில பேர் கேரக்டர் போட்டோன்னா அந்த மூடுக்கு வருவாங்க, அந்த கேரக்டராக மாறுவாங்க. இவர் டொவினோவாக தான் இருக்கார், ஆனால் அந்த கேரக்டராகவும் இருக்கார். ஒரு டூயல் ரோல் மாதிரி இருக்குது. ஸோ அது வந்து பழகும்போது எப்படி இருக்காரோ அப்படியே தான் அங்கேயும் இருக்கார். ஸ்பாட்லேயும் பேசும்போது, நாம் ஃபோனில் பேசியிருக்கும்போது, இல்லை கேரவனில் பேசும்போது, இல்லை பிஹைண்ட் த கேமரா பேசும்போது எப்படி இருக்கிறோமோ அப்படியே தான் இருக்கார். ஆனால் அங்கே அந்த கேரக்டரோட மூடை ட்ராவல் பண்ணுறாரு. அந்த ட்ராவல் பண்ணுறது ரொம்ப அழகாக இருக்குது. அதுக்குன்னு அவர் தனியாக மெனக்கெட்டு நடிக்கலை. அந்த கேரக்டருக்குள்ளே அவர் அந்த எமோஷனை இந்த ட்ரெஸ்ஸை போட்டுக்கிட்டு இந்த உருவத்தில் ட்ராவல் பண்ணிவிட்டு திருப்பி கட் அப்படின்னா அப்படியே முடிச்சு வந்து என்ன சார் இந்த சார் கேஷ் அதே ஸ்பீச்சு தான், அதே டோன் தான். அந்த கேரக்டரோட மூடு மட்டும் வேறையாக இருக்குது, நார்மல் டொவினோட கேரக்டர். ஸோ அது வந்து எனக்கு நான் அதை நிறைய அப்சர்வ் பண்ணிகிட்டே இருந்தேன். அவரோட ஒர்க் பண்ணும்போது, பார்க்கும்போது, அவர் நடிக்கும்போது ஏன் இப்படி நடிக்கிறாரு அப்படின்லாம் யோசிக்கும்போது. ஆனால் மைண்டுக்குள்ளே அவர் ஒவ்வொரு கேரக்டருக்கு ஒரு கிராஃப் வைக்கிறாரு. அந்த கிராஃப் லைனை வந்து அழகாக கொண்டு போகிறாரு. நான் இது வந்து கிட்டத்தட்ட ஒரு 45 டேஸ் அவர் கூட ஒர்க் பண்ணுறதுனால எனக்கு அதை அப்சர்வ் பண்ண முடிஞ்சிச்சு. ஏன் இப்படி பண்ணுறாரு? இப்போ நம்ம வந்து ஒரு படம் பண்ணும்போது ஒரு டைரக்ட் பண்ணுறோம், ஒரு ஹீரோ நடிக்கிறாங்கன்னா நமக்கு தெரியும் நேரடியாக அவர் வந்து இந்த கேரக்டர் தான் இருக்கார் அப்படின்னு. பட்டு டொவினோ விட்ட அந்த ஷேடு பார்க்க முடியல. அவர் நார்மலாகவே இருக்கிற மாதிரி இருக்கும். ஆனால் படமாக பார்த்தீங்கன்னா கரெக்டாக அந்த கேரக்டரோட கிராஃபுக்குள்ளே வந்து உட்காந்துருப்பார். ஸோ டொவினோ இஸ் எ குட் ஆக்டர் அப்படின்றது எல்லாருக்கும் தெரியும். ஆனால் குட் கிராஃப்ட் மேன். ചേർത്തിൽ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, വലിയ ഹീറോ ഒന്നും ആവേണ്ട, പറഞ്ഞ് ജോലി ചെയ്താൽ മതി. എന്നാൽ ടൊവിനോ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള അതർ ദൻ നരിവേട്ട ഇഷ്ടം തോന്നിയൊരു സിനിമ ഏതാ? டொவினோ முதல்ல பிடிச்சது காரணமான படம் வந்து உயரே. உயரேயில் தான் நான் ஃபஸ்ட்டு டொவினோவை எனக்கு பிடிக்க ஆரம்பிச்சிச்சு. அப்படியா? ஆமாம், எனக்கு எந்த இப்படி ஒரு ஆள் இருக்காரு டிஃப்ரெண்ட்டாக, இவ்வளவு கேஷுவலாக பண்ணுறாரு. ஆனால் கேஷுவலாக சிரிக்கிறதுல கூட அந்த சிரிப்பில் அந்த இடத்துல அந்த கேரக்டருக்கு எவ்வளோ சிரிப்பு வேணுமோ அவ்வளோதான் இருக்குது. அதை அவர் சும்மா சிரிக்கணுமேனு சிரிக்கலை, அந்த சிரிப்புலையும் ஒரு சின்ன சாக்ரிஃபைஸ் வச்சுக்கிறாரு, சங்கடங்கள் வச்சுக்கிறாரு. அழகாக இருக்குது. இந்த இந்த முகம் ரொம்ப நல்லா இருக்கு, புதுசாக இருக்குது இந்த முகம், இது மலையாளத்தில் பயங்கரமாக ஒர்க் அவுட் ஆகும் அப்படின்னு நம்ம கால்குலேட் பண்ணோம்ல, அந்த முகம், அந்த கால்குலேட் பண்ண முகத்தோடு தான் இன்றைக்கி நம்ம நடிக்கிறோம். ஸோ அது ஒரு நல்ல மேஜிக் இல்லை? எப்போவுமே நம்ம ஒன்று சொல்லுவோம், எதை நம்ம நோக்கி, எதை நம்ம யோசித்து, எதை நம்ம திங்க் பண்ணி, எதை நம்ம மைண்டுக்குள்ளே திருப்ப திருப்ப பேசுகிறோமோ அது நம்ம கிட்டத்தில் வரும், வந்து நம்ம கூட விளையாண்டுட்டு அப்படி போகும். தட் இஸ் அ லைஃப். ரைட். அது அவர் இப்போ ஏன் நாய்க்குட்டியை வந்து ட்ரெயின் பண்ணாருன்னா அவருக்கு இந்த படத்துக்கான கனெக்ட், படத்தில் இருக்க கனெக்டை அவர் நாய்க்குட்டிக்கு கடத்துறாரு. நாய்க்குட்டிக்கு கடத்தும் போது அது அவர் சொல்கிறத கேட்குது, அவர்கிட்ட எல்லாம் பண்ணுது. அதுதான்
நம்ம லைஃப்பில் வந்து இப்போ டொவினோவை ரசிச்சிருக்கோம். எங்கேயோ ஒரு இடத்துல பிரமாதமாக பண்ணுறான் அந்த பையன், ரொம்ப நல்லா இருக்குது, ரொம்ப அவர் என்னை விட சின்ன பையன் தான், அதனால் நான் பையன்னு சொல்கிறேன், தப்பாக எடுத்துக்க வேண்டாம். இல்லை இல்லை. பட் ஆனால் ரொம்ப நல்லா இருக்கு அந்த பையன், ரொம்ப நல்லா இருக்கு நடிக்கிறாரு அப்படின்னு நினச்சிக்கிட்டு இருக்கோம் எங்கேயோ. அப்புறம் அவர் கூட மெதுவாக எங்கேயோ பார்க்குறோம், பழக பிடிக்க ஆரம்பிக்குது. அப்புறம் ஒரு இடத்துல போய் அவரை மீட் பண்ணுறோம். மீட் பண்ணி பேசும்போது அவர் சொல்கிறாரு, சார் உங்களோட பொக்கிஷன்லாம் நான் பார்த்துட்டு பயங்கரமாக ரசிச்சிருக்கேன் சார், நீங்கள் எங்களுக்கு பிடிச்ச டேரக்டர் சார், நான் கோயம்புத்தூரில் படிக்கும்போது உங்கள் படம் நான் நைட் ஷோ போய் பார்த்துருவேன் சார் ஃபஸ்ட்டு டே அப்படின்னு சொல்கிறாரு. ஸோ அது நமக்கு சந்தோஷமாக இருக்குது. அப்புறம் அவரை பிடிக்குதுன்றப்ப அவர் கூட ட்ராவல் பண்ண நினைக்கிறேன், பார்த்தா ஒரு படம் நடிக்க வருது. ஸோ எங்கேயோ நம்மக்கிட்ட வரும், நமக்கு பிடிச்சது நம்மக்கிட்ட விளையாடும், நம்ம கூட இருக்கும், நம்ம அதை எப்படி தக்க വச்சுக்கிறோമോ அதை പൊറുത്ത് தான் அது, அப்புறம் அது நம்மக்கிட்ட வந்து പോയിരും. ഹരിയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? സെക്കൻഡ് ടൈം ആണ് ടൊവിനോയുടെ കൂടെ. ടൊവിനോയുടെ കൂടെ വർക്ക് ചെയ്ത ഏതൊരു ഡയറക്ടറിനാണെങ്കിലും ആർട്ടിസ്റ്റിനും അറിയാം എത്രത്തോളം ആ ചെയ്യുന്ന വർക്കിൽ ഫുള്ളി കമ്മിറ്റഡ് ആയിരിക്കും, അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. ഒരു കോ ആക്ടർ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം വരുമ്പോൾ ചില ക്യാരക്ടർ ഇപ്പോൾ സാർ ഉയരയില പറഞ്ഞു, ഇപ്പോൾ ഉയരയില എനിക്ക് തോന്നുന്നു മറ്റൊരു ഹീറോ ആണെങ്കിൽ അത് ചിലപ്പോൾ ആ ക്യാരക്ടർ ചെയ്യാനും മടിച്ചേക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഏതൊരു ലേഡി ഓറിയന്റഡ് മൂവി അതിൽ ക്യാരക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഏറ്റെടുത്ത് ചെയ്യാനും ആ ഒരു ചങ്കുറ്റം കാണിക്കുന്ന നായകന്മാര് മലയാള സിനിമയിൽ വളരെ കുറവാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴാണെങ്കിൽ പോലും ലാസ്റ്റ് ആ നായകനേലും മുകളിൽ ഒരു കൂടെയുള്ള ക്യാരക്ടർ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റ് ഉപേക്ഷിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ടൊവിനോ തികച്ചും വ്യത്യസ്തനാണ്. പ്രണവ് നോക്കുമ്പോൾ തമിഴിൽ നിന്ന് വിജയ് സാറിന്റെ കൂടെ നടിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഇവിടേക്ക് വരികയാണ്. ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? നിങ്ങൾ തമ്മിൽ നല്ല സീൻസ് ഒക്കെ ഉണ്ട്, അതെന്ത് സീനാണെന്നും പറയണ്ട. സോ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ടോവിനോ ചേട്ടൻ ഒരു വലിയ ഇൻസ്പിറേഷനാണ്. കാരണം പുള്ളി വന്ന ആ ഒരു റൂട്ടപ്പ് തന്നെയാണ് നമ്മളും ഫോളോ ചെയ്ത് വന്നിരിക്കുന്നത്. ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്നു, പല സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്നു. പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് തലവണ കടിച്ചു പിടിച്ച് കരഞ്ഞ രാത്രികളുണ്ട് എന്നുള്ളത്. അത് ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പേഴ്സണലി ഒരുപാട് കണക്റ്റ് ആകുന്ന ഒരു വ്യക്തിത്വമാണ് ടോവിനോ ചേട്ടൻ. പിന്നെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായിട്ട് ടോവിനോ ചേട്ടൻ മാറാൻ കാരണം പുള്ളിൻ്റെ ഒരു ആ ഒരു ക്യാരക്ടറും കൂടെയാണ്. പുള്ളി എല്ലാവരോടും ഇടപഴകുന്ന ഒരു രീതി, നമ്മളെ കംഫർട്ട് സോണിൽ വെക്കുന്ന ഒരു രീതി, പുള്ളീൻ്റെ വർക്കിംഗ് ഒബീഡിയൻസ്. ഞാൻ ഇതിനു മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആക്ച്വലി ഫസ്റ്റായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് വിജയ് സാറിൻ്റെ കൂടെയാണ്, അത്രയും വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ. അപ്പോൾ വിജയ് സാറിനെ പോലെയുള്ള ഒരാളെ നമ്മൾ കുഞ്ഞിലേ തൊട്ട് കണ്ടിട്ട് നമ്മളിപ്പോൾ സാറിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ സീനൊക്കെ നമുക്ക് തരിക, നമ്മൾ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ കയ്യും കാലും വരാത്തൊരു മൊമെൻ്റാണത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നമ്മൾ ദൂരത്ത് നിന്ന് കാണാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ നമുക്കത് ഇത്രയും അടുത്ത് കാണാൻ പറ്റുന്നെങ്കിലും നമുക്ക് അങ്ങോട്ട് പോയി സംസാരിക്കാൻ പറ്റുന്നില്ല. ഒരു ചെറിയൊരു എന്തോ ഒരു മതിൽക്കെട്ട് പോലെ എനിക്ക് തോന്നുന്നു. കാരണം അത്രയും സെക്യൂരിറ്റി, അത്രയും വലിയൊരു ആർട്ടിസ്റ്റ്. അങ്ങനെയുള്ള സമയത്ത് പുള്ളിക്കാരൻ വിജയ് സാറ് നമ്മളെ അബ്സോർവ് ചെയ്യും, അവിടെ ഉള്ളവരെല്ലാം അബ്സോർവ് ചെയ്യും, നമ്മുടെ മനസ്സ് പുള്ളിക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മാസ്റ്ററിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ തന്നെ എന്നോട് വന്നിട്ട് എൻ്റെ തോളിൽ കൈയിട്ടിട്ട് എന്നെ പണ്ടേ നീ എങ്കിരുന്ന് പറയാ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇങ്ങേർക്ക് ഇതൊക്കെ എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പോലും നമ്മൾ ചോദിച്ചു പോവാം. കാരണം അങ്ങനെ ഒരു വ്യക്തിത്വം നമ്മളോട് വന്ന് സംസാരിക്കുന്നു. പിന്നെ പുള്ളി വരുന്ന രീതി, 6 മണിക്ക് ലൊക്കേഷനിലുണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5:55 അല്ലെങ്കിൽ 5:50 വന്ന് റെഡി ആയിരിക്കും. ആ ഒരു പഞ്ച്വാലിറ്റി, പിന്നെ ആ വർക്കിനോട് പുള്ളി കാണിക്കുന്ന ആ ഒരു കമ്മിറ്റ്മെന്റിന്റെ ആ ഒരു സ്റ്റൈല്, അതൊക്കെ ഞാൻ ആ ഒരു ഹീറോ കഴിഞ്ഞിട്ട് ഒരുപാട് ഹീറോസിൻ്റെ കൂടെ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ബട്ട് അതുപോലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വർക്കിനെ കൊണ്ടുപോകുന്ന ഒരു രീതി ഞാൻ പിന്നെ ടോവിനോ ചേട്ടനിലാണ് കാണുന്നത്. അപ്പോൾ ടോവിനോ ചേട്ടനും ഇതുപോലെ ഒരുപാട് സിനിമകൾ ഹീറോ ആയിട്ട് അഭിനയിച്ചു. അപ്പോൾ നമുക്കൊരു ഇതുണ്ടാവും, ഓക്കെ പുള്ളി നമ്മളോട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലും ഓക്കെയാണ്, നമുക്ക് ഈ സിനിമ കൊണ്ടുപോകാന്നുള്ളത്. പക്ഷെ അതെല്ലാം പൊട്ടിച്ചുകൊണ്ട് നമ്മളോട് കൂളായിട്ട് ഇടപഴകാനും നമ്മുടെ മനസ്സറിയാനും നമ്മളെക്കുറിച്ച് നീ എവിടെ നിന്ന് വരുന്നു എന്താന്നുള്ളതൊക്കെ അറിയാനും, നീ ഇനിയും ഈ സിനിമ കഴിഞ്ഞാൽ നിനക്ക് നല്ല രീതിയിലുള്ള ഇവിടേക്ക് ഒരു സ്ഥാനം നിനക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞൊരു പുഷ് ചെയ്യാനും ഒക്കെ ടോവിനോ ചേട്ടന് പറ്റുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ടോവിനോ ചേട്ടൻ ഇപ്പോൾ ഈ ഒരു സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ടോവിനോ ചേട്ടൻ മാത്രമല്ല, ചേരൻ സാർ ആണെങ്കിലും, ചേരൻ സാർ കഴിഞ്ഞൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഇതുപോലെയുള്ള അവരെയൊക്കെ കണ്ടാൽ മതി, നേരിട്ട് നമുക്ക് കാണുന്നത് തന്നെ ഭാഗ്യമെന്ന് വിചാരിച്ച ഒരാള്
നേരിട്ടൊരു സിനിമയിൽ വർക്ക് ചെയ്യാനൊക്കെ സാധിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. സാറിനോട് പറഞ്ഞിരുന്നു ഞാൻ ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, സാർ ഞാൻ കോയമ്പത്തൂരാണ് പഠിച്ചത്, അപ്പോൾ സാറ് ഞാൻ പഠിച്ച കോളേജിൽ സാറിൻ്റെ ഒരു മൂവി ഷൂട്ട് ചെയ്തിട്ടുണ്ട് സാറ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് പുള്ളിക്കാരൻ എന്നോടും ചോദിക്കും, നീ എപ്പടി അങ്ക വന്ന ഇപ്പടി അങ്ക വന്നതൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കണക്ട് ആകാൻ പറ്റി. അതുപോലെ ടോബി ചേട്ടൻ എല്ലാവരോടും, നമ്മളോട് മാത്രമല്ല, പുള്ളി ആദ്യം സംസാരിക്കാനുണ്ടാകുന്ന സ്റ്റക്കപ്പേ ഉള്ളൂ, പിന്നെ സംസാരിച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൂളാണ് പുള്ളി. അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു എല്ലാവർക്കും. നരിവേട്ട സിനിമ നമ്മൾ തിയേറ്ററിൽ കാണുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കൊന്ന് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ഈ സിനിമയിൽ അതുപോലെ തന്നെ പോർട്രേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വന്നിട്ടുള്ള ഒരു സീനാണ് ലാസ്റ്റത്തെ ആ ഷൂട്ട് ഔട്ട് സീൻ, ക്ലൈമാക്സിലേക്ക് എത്തുന്ന ഒരു സീൻ. അതിൻ്റെ ആ ഒരു കൊറിയോഗ്രാഫിയും അത് എലിവേറ്റ് ചെയ്യുന്ന രീതിയൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് അതിനുള്ള ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ? ആർട്ട് ഡിപ്പാർട്ട്മെന്റ് അതിന് അവരുടെ ഒരു ഫുൾ സപ്പോർട്ട് ഉണ്ട്. കാരണം ആ സെറ്റിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു സമരം നടക്കുന്ന ലാസ്റ്റ് മൊമെന്റിലൊക്കെ നമുക്ക് അവിടെ നിൽക്കുമ്പോഴല്ലോ ശരിക്കും ഇങ്ങനെയായിരുന്നു പണ്ട് നടന്ന സമരത്തിൽ, ഇങ്ങനെയായിരിക്കുമോ. എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടറിന്, നമ്മുടെ ഓരോരുത്തരുടെ ക്യാരക്ടറിന് ആ ഒരു എനർജി കിട്ടുമായിരുന്നു ആ ഒരു സെറ്റിൽ നിൽക്കുമ്പോൾ. അത് ബാവുക്കയുടെ എന്താ പറയുക, ബാവുക്കയുടെ ഫുൾ ടീം അത്ര എഫോർട്ട് ഇട്ടിട്ടുണ്ട് ആ സെറ്റിനും എല്ലാത്തിനും. ഇടയ്ക്ക് ബാവുക്ക തന്നെ ഇറങ്ങി, ഇപ്പോൾ ഫയറിൻ്റെത് അണയ്ക്കാനാണെങ്കിലും എല്ലാം ബാവുക്ക തന്നെ ചിലപ്പോൾ ഡയറക്റ്റ് ഇറങ്ങിയിട്ട് ചെയ്യുന്നു. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആ ഒരു ക്ലൈമാക്സിൻ അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ സെറ്റും അതിന് ഒരു പ്രധാന ഘടകമായിരുന്നു. കൂടെ വന്ന് അഭിനയിച്ചവരാണെന്നുണ്ടെങ്കിലും ആദിവാസി സമൂഹത്തിൽ അവരുണ്ടായിരുന്നു. ആക്ച്വലി ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൺട്രോൾ ചെയ്യാനായിരുന്നു പാട്. നമ്മുടെ കൂടെ അഭിനയിച്ച ട്രൈബിലെ എല്ലാവരും ഭയങ്കര, അവരുടെ ഇടയിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. അവിടെ ഇന്ന സ്ഥലത്ത് വന്ന് നിൽക്കണോ അതാണെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് സ്പോട്ട് ചെയ്ത്. എനിക്ക് തോന്നുന്നു ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൺട്രോൾ ചെയ്യാനായിരിക്കും എഡീസ് കുറച്ചും കൂടി ബുദ്ധിമുട്ടിയിരുന്നു. പക്ഷെ ഇവരെ ഹാൻഡിൽ ചെയ്യാൻ, ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ, അത് അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് എല്ലാം ചെയ്തുകൊണ്ടിരുന്നതെല്ലാം. ഇവൻ അടിക്കുന്നത് മടി കൊള്ളുന്നതാണെങ്കിൽ പോലും അവര് അത് ആക്ട് ചെയ്യുമായിരുന്നു. ഈ ട്രൈബ്സിന്റെ കൂട്ടത്തിൽ അവസാനം ഒരാളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോൾ അയാൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും. നമ്മളെക്കാളും മുമ്പ് ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് അയാളുടെ പ്ലേസ്മെന്റിൽ തന്നെ നിൽക്കുന്നുണ്ടാവും. പിന്നെ ഈ ക്ലൈമാക്സ് പോർഷനൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊരു സിംഗിൾ ഷോട്ടിന്റെ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ടോബി ചേട്ടൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് ആ അവസാന മൊമെന്റ് ഒരു സിംഗിൾ ഷോട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളെ ആർട്ടിസ്റ്റുകൾ അതിന് മുമ്പത്തെ ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞു വിട്ടിട്ട് ടെക്നീഷ്യൻസ്, സിനിമോട്ടോഗ്രാഫി ഡിപ്പാർട്ട്മെന്റ്, ആർട്ട് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും രാത്രി 1 മണി 2 മണി വരെ അത് റിഹേഴ്സ് ചെയ്ത് എവിടെയൊക്കെ ക്യാമറ പോകും എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ എല്ലാവരും സെറ്റിലേക്ക് വന്ന ശേഷവും ഞങ്ങളെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റെഡിയായി ഇരുത്തിയിട്ട് വീണ്ടും ഇവർ വന്നിട്ട് രാവിലെ തൊട്ട് ഉച്ച വരെയാണ് ആ ഷോട്ട് ശരിക്കും വൺസ് റിഹേഴ്സ് ചെയ്തത്. ഇങ്ങനെ വരാമെന്ന്. പക്ഷേ ഇതിന്റെ കൺസിസ്റ്റൻസിയിൽ ആക്ച്വലി പ്രൊഡക്ഷന്റെ സമയം പോകുന്നുണ്ട്, കോസ്റ്റ് പോകുന്നുണ്ട്, ഏതും ഇവര് കാര്യമാക്കില്ല. കാരണം ഔട്ട് നമുക്ക് നല്ല രീതിയിൽ വരണം എന്നുള്ളൊരൊറ്റ വിചാരം മാത്രമേ എല്ലാവർക്കും ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം രാവിലെ തൊട്ട് ഉച്ച വരെ നമുക്കത് റിഹേഴ്സ് ചെയ്യാനും ഉച്ചയ്ക്ക് ശേഷം ആ ഷോട്ട് നല്ല ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യാനും സാധിച്ചു എന്നുള്ളതൊരു, അതിനെ എല്ലാവരും സഹകരിച്ചു. നമ്മളിപ്പോൾ ഇതിൽ പേഴ്സണലി നരിവേട്ടയെ കുറിച്ച് പറയുമ്പോൾ ഒരാള് അല്ലെങ്കിൽ എൻ്റെ വർക്കാണ് എന്ന് പറഞ്ഞ ആർക്കും സ്വന്തമായിട്ട് പറയാനുള്ള അവകാശം തന്നെ ഇല്ല. നരിവേട്ട എന്ന് പറയുന്നത് ക്രൂ ആണ്. ടോട്ടൽ ക്രൂവിൻ്റെ ഒരു ഔട്ടും കഷ്ടപ്പാടും തന്നെയാണ് നമുക്ക് ഇന്ന് ഇത്ര ദൂരം സംസാരിക്കാൻ പറ്റുന്നത് നരിവേട്ടയെ കുറിച്ച്. സോ ഒരുപാട് പ്രൗഡായിട്ട് ഞാനത് നരിവേട്ടയെ എന്നും ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നു. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ നമ്മൾ കാണുന്ന സമയത്ത് ആ ഒരു ഫീല് നമുക്ക് തന്നതിനും, അതേപോലെ തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു സമരം അത് മറന്നുപോയവരെ ഓർമ്മിപ്പിച്ചതിനും അറിയാത്തവർക്ക് മനസ്സിലാക്കി തന്നതിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ആൻഡ് ചേരൻ സാർ, നമ്മൾ ഇനിയും ഒരുപാട് നല്ല സിനിമകൾ മലയാളത്തിൽ എക്സ്പെക്ട് ചെയ്യാതെ. கண்டிப்பாக. താങ്ക് യു സോ മച്ച്. எகைன் உங்களை நான் இன்டர்வியூ எடுக்கிறேன். தேங்க்யூ.